ഹായ് എല്ലാവർക്കും എൻ്റെ വലിയൊരു ഹായ്. അപ്പോൾ നമ്മൾ UPSC ട്യൂഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഇതിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ട്യൂഷൻ എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്ലാസ്സിൽ പോകുമ്പം വെറുതെ ഇങ്ങനെ ടീച്ചേഴ്സ് പഠിപ്പിക്കും, നമ്മളത് പഠിക്കണം പോകണം. പക്ഷേ ട്യൂഷന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് അവരുടെയും കൂടി ഒരു ഡെഡിക്കേഷനായിട്ട് നിങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനായിട്ട് പിന്നെയും റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നലെ എടുത്തത് ഇന്ന് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യും, അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ് 2026, അതായത് ഒരു വർഷത്തേക്കുള്ള കോഴ്സ് പോലെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങളിത് ഡെയിലി കാണുന്നുണ്ട്, അതാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും കണ്ടുപോയി കഴിഞ്ഞാൽ ഓരോ ക്ലാസ് കാണുന്ന പോലെയും ആ ഒരു ഫ്ലോയിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ കോഴ്സ് തീർക്കാനും പറ്റും. ഏറ്റവും ആദ്യം നമുക്ക് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള NCERT, എല്ലാ സബ്ജക്റ്റും നമ്മൾ NCERT നമ്മൾ തറവായിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇന്നൊരു സബ്ജക്റ്റ് പഠിക്കുവാണെങ്കിൽ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ മറ്റേത് മറന്നുമില്ല, നമ്മൾ പിന്നെയും ചോദിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ മറന്നു. അപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യും. പിന്നെ നമുക്ക് പ്രിലിംസും മെയിൻസ് ഒരുമിച്ച് വേണം നോക്കാനായിട്ട്. കാരണം മെയിൻസിന് പിന്നെ നമുക്ക് 2 മാസമല്ലേ കിട്ടുള്ളൂ, അപ്പോൾ സമയം ഉണ്ടാകത്തില്ല. പ്രിലിംസിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിൻസ് എല്ലാ സബ്ജക്റ്റും നോക്കും. അപ്പോൾ അതിന് നമുക്ക് പൊളിറ്റി ഉണ്ട്, എക്കണോമി ഉണ്ട്, അതായത് എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ ഇത് NCERT കഴിഞ്ഞ് ഇത് മെയിൻ ഇതിലേക്കാണ് പോകുന്നത്. അതായത് ലക്ഷ്മികാന്ത്, രമേഷ് സിംഗ് അവരുടെയൊക്കെ ബുക്കും അതേപോലെ ഈ സബ്ജക്റ്റിൻ്റെ മെയിനായിട്ട് നമ്മളെല്ലാം പഠിക്കും. പിന്നെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ പോരാണ്ട് വേൾഡ് ഹിസ്റ്ററിയും അതേപോലെ തന്നെ കുറച്ച് ഇൻ്റർനാഷണൽ റിലേഷൻസ് നമ്മൾ നോക്കും. കാരണം ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഇതിൽ പറഞ്ഞില്ല, നമ്മൾ എക്കോളജിയും കൂടി നോക്കും. എക്കോളജി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശങ്കർ IASൻ്റെ എക്കോളജി ബുക്കാണ്. അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് ബേസ്ഡാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റുമാണ്. അപ്പോൾ നമ്മൾ ജോഗ്രഫി ഇതേപോലെ NCERT നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കലും വേൾഡ് ജോഗ്രഫിയും അങ്ങനെ എല്ലാ ഹ്യൂമൻ ജോഗ്രഫിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. കേട്ടിട്ടുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രസമായിട്ട് പറഞ്ഞു കൊടുക്കാനും കേൾക്കുന്നവർക്ക് കുറച്ചും കൂടി സുഖമായിട്ട് കേൾക്കാനും പറ്റും, പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ കറണ്ട് അഫയേഴ്സ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് പ്രത്യേകിച്ച് വന്നിട്ടില്ല അതും കൂടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി മെയിൻ ബേസിക്സ് NCERTയിൽ തന്നെ ഏകദേശം എല്ലാം തീരും. പിന്നെ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനുള്ള കറണ്ട് അഫയേഴ്സിനാണ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതുകൊണ്ട് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അതിൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഈ കറണ്ട് അഫയേഴ്സ് നമുക്ക് പറയുവാണെങ്കിൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്തായാലും പറയും. പോരാണ്ട് എല്ലാ മാസവും ആ മാസം നടന്നിട്ടുള്ള ന്യൂസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അത് ആ മാസത്തെ, അതായത് ജൂൺ ജൂലൈ എന്തൊക്കെയാണെന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് വയ്ക്കാം. പിന്നെ എല്ലാ മാസവും കഴിഞ്ഞ് എക്സാമിൻ്റെ അടുത്താകുമ്പോഴേക്കും നമുക്ക് ഒരു വർഷത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഇത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് 2026 വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത് 2027 ആയാലും 2022 ആയാലും അങ്ങനെ ഏത് ഇയറിലായാലും നമുക്കിത് ഇതേ സംഭവങ്ങൾ മാറാൻ പോകില്ല. കാരണം സബ്ജക്റ്റ് ഒരിക്കലും മാറില്ല, കറണ്ട് അഫയേഴ്സ് മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. അത് നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ വീഡിയോസ് ഏത് വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്കായാലും നോക്കാം. പോരാണ്ട് ഫൗണ്ടേഷൻ പഠിക്കുന്നവരുണ്ടാവില്ല, അതായത് ഇപ്പോൾ 11th 12th അല്ലെങ്കിൽ അതിനൊക്കെ ചെറിയ കുഞ്ഞു പിള്ളേരോ അവർക്ക് UPSCയിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോഴേ ചെറുതായി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും ഈ ക്ലാസ്സസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ട്യൂഷനെ പറ്റി പറയാം. ഇത് കറക്റ്റ് ക്ലാസ് 1, 2, 3 എന്നൊക്കെ ആയിരിക്കും. ഞാൻ അതേപോലെ NCERT ഇത് ഹിസ്റ്ററി ഇത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാണാൻ പറ്റില്ല, വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ കാണാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കൂടെ നിങ്ങൾ വരണമെന്നാണ്. അപ്പോൾ ഡെയിലി ഓരോ ക്ലാസ് ഉണ്ടാവും, ആ ഒരു രീതിയിലാണ് ഓരോ ക്ലാസ്സസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് അങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബേസിക്സ്, അത് കഴിഞ്ഞ് മെയിൻ, അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സ്, റിവിഷൻ, അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കമൻസിൽ ഇട്ടാൽ മതി. അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷമേ ഞാൻ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസ് അതിൽ തീരും. പിന്നെ എനിക്ക് എത്ര പിള്ളേരുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സുഖമാണല്ലോ. അത് ഈവൺ ഒരാളാണെങ്കിൽ പോലും ഒരു സുഖമല്ലേ ഞാൻ ഒരാൾക്ക് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം അറ്റൻഡൻസ് നിങ്ങൾ രേഖപ്പെടുത്തണം, ലൈക്ക് അടിച്ചിട്ട് രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പം എനിക്കൊരു ചെറിയൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഒരാളുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഇത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഇതെന്തായാലും നമ്മുടെ തലയിൽ ഇരിക്കും, ആ സമയത്ത് എന്തായാലും ഇരിക്കും. പക്ഷേ ട്രസ്റ്റ് മീ,
ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റ് പോകുമ്പോഴേക്ക് എൻ്റെ വിചാരം ഞാൻ മറ്റേത് തറവായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ മറ്റേ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോഴേക്ക് ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും റിവിഷൻ 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 മെയിനാണ് റിവിഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്ലാൻ എന്താ പറയാം. നമുക്ക് ഇനി 8 മാസമാണ് 2026 എക്സാം എത്തുന്നവർക്കുള്ളത് അല്ലേ. അപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, കറക്റ്റ് 8 മാസമാണ് ഉള്ളത്. അപ്പോൾ 8 മാസത്തേക്ക് അനുസരിച്ച് ക്ലാസ് ഇട്ടാലാണ് ഈ വർഷം എഴുതുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആ വർഷം നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ എന്തായാലും നിങ്ങളെക്കാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ മാസവും കറക്റ്റ് ക്ലാസ് ഇട്ടോളാം. ഓക്കെ, നമ്മുടെ പ്ലാൻ ഇനി ഞാൻ പറയാം. അതായത് നമുക്ക് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബറും ഒക്ടോബറും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാ NCERT, അതായത് NCERTയും ഇതിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ബേസിക്സ് താറവാക്കണം. അതാണ് ഞാനിപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ ഓൾറെഡി പകുതി ആയി, അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറും കൂടി കയറ്റാൻ അതാണ് കാരണം. NCERTയും ബേസിക്സും നമുക്ക് നോക്കാം. ഹിസ്റ്ററി, അതായത് ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, എക്കോളജി, സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇത് പെട്ടെന്ന് കുറേ ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഓരോ ക്ലാസ് നല്ല എളുപ്പമായിട്ട് പറഞ്ഞുതരാം, പേടിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് നവംബറിൽ എന്താ ചെയ്യേണ്ടത്? നവംബർ നമ്മളിത് മെയിനായിട്ട് പ്രിലിംസും മെയിനും കൂടെ കൂട്ടിയിട്ട് ഓരോ സബ്ജക്റ്റ് പഠിക്കണം. പൊളിറ്റിക്ക് നമുക്ക് ലക്ഷ്മികാന്ത് നവംബറും ഡിസംബറും കൂടെ കൂട്ടിയിട്ട് ലക്ഷ്മികാന്ത് മൊത്തം പഠിക്കണം. അതായത് കുറേ ഉണ്ടല്ലോ, അതുകൊണ്ടാണത് 2 മാസം വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജാനുവരി വരും. ജാനുവരി നമുക്ക് അടുത്ത സബ്ജക്റ്റുകൾ നോക്കണ്ടേ, അതുകൊണ്ട് ജാനുവരി ആകുമ്പോഴേക്കും നമുക്ക് ഏത് നോക്കാം. ഒരു മിനിറ്റ്, നമുക്ക് ജോഗ്രഫിയും കൂടി ഡിസംബറിൽ കയറ്റാൻ നോക്കാം. ലക്ഷ്മികാന്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവുമല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്നത് പൊളിറ്റി ആണെങ്കിലും ഡിസംബറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ജോഗ്രഫിയും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് രണ്ടും കൂടെ നോക്കാം, അല്ലെങ്കിൽ ബോറാവും ഇപ്പോൾ ഒരേ സബ്ജക്റ്റ് മാത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ജാനുവരി നമുക്ക് ഹിസ്റ്ററി മെയിനായിട്ട് നോക്കാം. ഹിസ്റ്ററി കുറേ ഉണ്ട്, ഒരു മാസം മൊത്തം നമുക്ക് നോക്കാനുണ്ട്. ഏൻഷ്യൻ്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്, മോഡേൺ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, IR ഉണ്ട്. വേൾഡ് ഹിസ്റ്ററി IR നമുക്ക് കുറച്ച് നോക്കുന്നുണ്ട്, മറ്റേത് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഫെബ്രുവരിയിൽ നമുക്ക് എക്കോളജിയും എക്കണോമിക്സും നോക്കാം. ഓക്കെ, എക്കോളജി ഞാൻ പറഞ്ഞ പോലെ തന്നെ ശങ്കർ IASും പ്ലസ് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. എക്കണോമിക്സ് രമേഷ് സിംഗ് ബേസായിട്ട് നമുക്ക് നോക്കാം. മാർച്ച് ആകുമ്പോഴേക്കും നമ്മുടെ ലാസ്റ്റായി സയൻസ് ആൻഡ് ടെക്നോളജി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. NCERTയിൽ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ NCERTയിൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് സമയം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ NCERTയുടെ ബേസിക്സ് മൊത്തം നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി നോക്കിയിട്ട് കറണ്ട് അഫയേഴ്സും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ മാർച്ചിൽ നമുക്ക് മെയിനായിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇത്ര നാൾ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്ത് നമുക്ക് റെഡിയാക്കണം. അത് കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോഴേക്കും നമുക്ക് കറണ്ട് അഫയേഴ്സ്, അതായത് ഇയർലി കറണ്ട് അഫയേഴ്സ്, ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് എന്താണ് മെയിനായിട്ട് നടന്നിട്ടുള്ള എല്ലാം സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട്, അതായത് പൊളിറ്റിയിൽ ഇത്ര നടന്നു, എക്കണോമിക്സിൽ ഇത്ര നടന്നു, അങ്ങനെ ഓരോ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒരു വർഷത്തെ നമുക്ക് നോക്കാം. മെയ് ആകുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അതൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് എക്സാം നോക്കത്തുള്ളൂ. പിന്നെ ജൂൺ ആകുമ്പോഴേക്കും നമ്മൾ റെഡി ആവും. ട്രസ്റ്റ് മീ, നമ്മൾ റെഡി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു കൊല്ലത്തെ പ്ലാൻ നമ്മൾ ആലോചിച്ചു. അപ്പം നിങ്ങളിതിന് റെഡിയാണോ? ആർ യു റെഡി? പേടിക്കണ്ട, ഒരു ടെൻഷനും വേണ്ട, നമുക്ക് സുഖമായി നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. ജസ്റ്റ് ക്ലാസ്സസ് ഓർഡറിൽ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് മേടിക്കുക ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പെന്നും ബുക്കും ഉണ്ടായാൽ മതി. ഒരു പോയിൻ്റ് പോലെ വിടാണ്ട് ഞാനെല്ലാം ക്ലാസ്സിൽ പറയുന്നുണ്ടാവും. സോ അതോർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്രയും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എല്ലാം തറായിട്ട് പോയിക്കോളും. ഏറ്റവും മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക, മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരാനുള്ളത്, എത്ര പേര് ഇതിൽ കേൾക്കാനുണ്ടാവും? ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണേ. എത്ര പേര് അടുത്ത ആഴ്ച തൊട്ട് എൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവും? നിങ്ങൾക്ക് ഫീസൊന്നും അടച്ച് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് എൻ്റെ ക്ലാസ്സിൽ ഇത് ജോയിൻ ചെയ്യുക. അപ്പോൾ എത്ര പേർക്കാണ് ഞാൻ ഈ പഠിപ്പിക്കണേന്ന് അറിയുമ്പോൾ ഒരു ചെറിയൊരു എനിക്കൊരു സന്തോഷം കിട്ടുമല്ലോ, എൻ്റെ പിള്ളേർ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ ക്ലാസ്സിലും പ്രസൻറ്റ്